വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഹിയർ ഈസ് മൈ എക്സ്ക്ലൂസീവ് ഇൻ്റലിജൻസ് എന്ന ഡ്രാമയുടെ 3ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ മുത്തശ്ശനെ ബർത്ത്ഡേ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ പോകാനായി സിഹാൻ രാവിലെ തന്നെ റെഡിയായെങ്കിലും സിയാനെ പുറത്തേക്ക് കാണാതായപ്പോൾ തലേന്ന് രാത്രി ദേഷ്യപ്പെടുത്തുകൊണ്ട് പിണങ്ങിയിരിക്കുകയായിരിക്കുമെന്ന് അവൻ ചിന്തിക്കുന്നു. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ റെഡിയായി എത്തുന്നുണ്ട്. കോൺട്രാക്ട് കഴിയുന്നവരെ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആക്ട് ചെയ്യാൻ തയ്യാറാണ്. വെറുതെ ഓരോന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ വന്നത്. അവർ പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് പ്രധാന വേലക്കാരൻ വന്ന് പുറത്ത് കുറേ റിപ്പോർട്ടർമാർ എത്തിയിട്ടുണ്ട് എന്നറിയിക്കുന്നത്. എന്തായിരിക്കും പ്രശ്നമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ അവിടേക്ക് ചെന്നത്. ആക്ട്രസ് കിങ്ങിനെ ഗൈനക്കോളജി വിഭാഗത്തിൽ വെച്ച് കണ്ടത് അതിനകം വലിയ വാർത്തയായിരുന്നു. കിങ്ങും സിഹാനും തമ്മിൽ ഡേറ്റിങ്ങിലാണോ എന്ന് മുമ്പേ ഗോസിപ്പുകളുണ്ട്. അതുകൊണ്ട് അവളുടെ കുട്ടിയുടെ അച്ഛൻ അവനാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇതങ്ങനെ സംഭവിച്ചെന്ന മട്ടിൽ സിയാനെ നോക്കിയപ്പോൾ തലേന്ന് അവൾ ഫോളോ ചെയ്തതും ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ഒരു സാഹസം കാണിക്കേണ്ടി വന്നതും അവൾ രഹസ്യമായി പറയുന്നു. അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് അവൾ റിപ്പോർട്ടർമാരോട് പറഞ്ഞപ്പോൾ അവളും അവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവർ ചോദിക്കുന്നു. സിയാൻ എന്ത് മറുപടി പറയണമെന്നറിയാൻ നിന്നപ്പോഴാണ് ഇതെൻ്റെ ഫിയാൻസിയാണെന്ന് പറഞ്ഞ് സിഹാൻ അവളെ വലിച്ചടിപ്പിച്ച് കിസ് ചെയ്തത്. സിയാനും ചിയയും ശരിക്കും ഞെട്ടുന്നുണ്ട്. റിപ്പോർട്ടർമാർ പോയ ശേഷം അകത്തെത്തിയപ്പോൾ കിസ് ചെയ്തതിൻ്റെ പേരിൽ സിയാൻ അവനോട് വഴക്കുണ്ടാക്കുന്നു. എൻ്റെ ഫസ്റ്റ് കിസ്സായിരുന്നു അതിങ്ങനെ വേസ്റ്റാക്കിയല്ലോ എന്നവ പറഞ്ഞ് അവൾ വഴക്കുണ്ടാക്കിയപ്പോൾ ബോസിൻ്റെയും ഫസ്റ്റ് കിസ് തന്നെയാണത് എന്ന് ചിയ ഒരു ചിരിയോടെ പറയുന്നു. അവൾ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങിയപ്പോഴാണ് പുറത്ത് മുത്തശ്ശൻ്റെ ശബ്ദം കേട്ടത്. രണ്ടുപേരും വേഗം വഴക്കൊക്കെ നിർത്തി അദ്ദേഹത്തിന് മുന്നിലേക്ക് ചെല്ലുന്നു. കിന്നിൻ്റെ പ്രശ്നം അറിഞ്ഞുകൊണ്ടായിരുന്നു മുത്തശ്ശൻ വന്നത്. അവളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സിയാൻ മുത്തശ്ശനോട് ഉറപ്പിച്ച് പറയുന്നു. സിയാനും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതോടെ അദ്ദേഹം വിശ്വസിക്കുന്നു. അവനും സിയാനും നല്ല ബന്ധത്തിലാണെന്ന് മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടി സ്നേഹത്തോടെ ഫ്രൂട്ട്സ് വായിൽ വെച്ച് തരാൻ പറഞ്ഞ് അവൻ വാ തുറക്കുന്നു. മനസ്സോടെ അല്ലെങ്കിലും അവൾക്കത് ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല ഇനി മുതൽ എന്നെ ഹാൻ എന്ന് വിളിച്ചാൽ മതിയെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെ വിളിക്കേണ്ടിയും വരുന്നു. എന്തായാലും അവരുടെ പ്രകടനമൊക്കെ കണ്ട് മുത്തശ്ശന് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. കിൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതല്ല. നമ്മുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ അപവാദം ഉണ്ടാക്കിയതാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവളെ വാൺ ചെയ്യണമെന്ന് മുത്തശ്ശൻ ആൻറ്റിയെ പറഞ്ഞേൽപ്പിക്കുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകളെല്ലാം എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ആക്കാൻ വേണ്ട ചെയ്യാനും ചിയെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് പോയ ശേഷം ആൻറ്റി കിന്നിൻ്റെ അടുത്തെത്തി വിവരം പറയുന്നു. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് പ്രതികരിക്കേണ്ട. മുത്തശ്ശൻ്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ദിവസം എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാൻ ആൻറ്റി അവളെ ഉപദേശിക്കുന്നു. അന്ന് രാത്രി സിയാൻ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടും സിയാൻ ഡിന്നർ കഴിക്കാനേ വരുന്നില്ല. അപ്പോൾ അവൾ തലേന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത് അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അർജൻറ്റ് എന്ത് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു എന്ന വിവരം അറിഞ്ഞുകൊണ്ട് ചിയെ അവിടെ എത്തിയത്. അവളോട് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്ന് അവൻ ചോദിച്ചപ്പോൾ കുറച്ച് മോശമായിപ്പോയി, എന്നാലും സാരമില്ല എന്ന് അവൻ പറയുന്നു. സിയാനെ കിസ് ചെയ്തത് സിഹാന്റെ മനസ്സിലേക്ക് ഇടയ്ക്കിടെ ഓടി വരുന്നുണ്ട്. ഉറങ്ങാൻ കിടന്ന സിയാന്റെ ചിന്തയും അതിനെക്കുറിച്ചായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നപ്പോൾ ബെഡിൽ അവൾക്കൊപ്പം പൂച്ചക്കുട്ടി കൂടി ഉണ്ടായിരുന്നു. അതിനെ കയ്യിലെടുത്ത് ഓമനിച്ച് തുടങ്ങിയപ്പോഴാണ് സിഹാൻ മുറിയിലുണ്ടെന്ന് അവൾ അറിയുന്നത്. അവളെ വഴക്ക് പറഞ്ഞതിന് ഒരു കോംപ്രമൈസ് എന്നോണം അവൻ സമ്മാനിച്ചതാണ് അതിന്. അവൾക്ക് പൂച്ചകളെ ഇഷ്ടമാണെന്ന് അവളുടെ കോമിക്കിൽ നിന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. കഥയിലെ പൂച്ചയ്ക്ക് അവൾ നൽകിയ അതേ പേര് തന്നെ അതിന് നൽകിയിട്ട് ഇനി മുതൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണെന്ന് പറയുന്നു. സിയാൻ സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട്. തലേന്ന് കിസ് ചെയ്തത് കുറച്ച് ഓവറായി എന്ന് പറഞ്ഞവൻ സോറി പറയുന്നുണ്ട്. പിന്നീട് അവൾ പൂച്ചയുമായി കളിക്കുന്നതിൻ്റെ കുറേ ഫോട്ടോസ് അവളറിയാതെ ഫോണിലെടുക്കുന്നു. ഇടയ്ക്ക് പക്ഷേ സിയാൻ അത് കണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മറിഞ്ഞവൻ്റെ മടിയിലേക്ക് വീഴുന്നു. രണ്ടുപേർക്കും ഉള്ളിൽ ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങിയതുകൊണ്ടാവണം എന്തോ ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഗ്യാപ്പിൽ അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി ഈ ഫോട്ടോസ് നോക്കുന്നു. 3-4 ഫോട്ടോസ് നോക്കിയതെല്ലാം പൂച്ചയുടെയാണെന്ന് കണ്ടപ്പോൾ അവൾ കുറച്ച് നിരാശയോടെ ഫോൺ തിരികെ കൊടുക്കുന്നു. പക്ഷേ അതിനുശേഷമുള്ള ഫോട്ടോസ് എല്ലാം അവളുടേതായിരുന്നു. അവൾ കണ്ടില്ലല്ലോ എന്ന ആശ്വാസത്തോടെ അവനത് നോക്കുന്നു. അപ്പോഴേക്കും അവൻ്റെ പുറകിലെത്തിയ ചിയ അത് കണ്ട് അവൻ്റെ അർത്ഥം വെച്ച് നോക്കി ചിരിക്കുന്നു. അടുത്ത ദിവസം അവർ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാനായി പോകുന്നു. മുത്തശ്ശന് ട്രഡീഷണൽ ആയിട്ടുള്ള ചൈനീസ് പെയിൻറ്റിങ് വളരെ ഇഷ്ടമാണ് എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ വേണ്ടിയാണ് അവർ പോയത്. അയാൾ വർഷത്തിലാകെ 3 പെയിൻറ്റിങ് മാത്രമേ വരയ്ക്കാറുള്ളൂ. അവർ ചെല്ലുമ്പോൾ സിയാൻ്റെ ആൻറ്റി അവിടെ നിന്ന് ഒരു പെയിൻറ്റിങ് വാങ്ങി മടങ്ങാൻ തുടങ്ങിയായിരുന്നു. ആ ആർട്ടിസ്റ്റ് ആ വർഷം വരച്ചതിൽ ഏറ്റവും അവസാനത്തെ പെയിൻറ്റിങ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവന് മുത്തശ്ശന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് വാങ്ങാൻ കഴിയില്ലെന്ന സന്തോഷത്തോടെയാണ് ആൻറ്റി അവിടെ നിന്ന് മടങ്ങിയത്. അത് അവസാനത്തെ പെയിൻറ്റിങ് ആയിരുന്നു എന്നറിഞ്ഞപ്പോൾ സിയാൻ ആകെ വിഷമത്തിലാകുന്നു. അപ്പോഴാണ് അകത്തുനിന്ന് ആർട്ടിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് പുറത്ത് അതുവരെ ഉണ്ടായിരുന്നത്. സിയാൻ അമ്മയെ കാണുന്ന ഹോസ്പിറ്റലിൽ പോയപ്പോൾ ലിഫ്റ്റിൽ തളർന്നു വീണ മുത്തശ്ശനെ സഹായിച്ചിരുന്നല്ലോ, അദ്ദേഹം തന്നെയായിരുന്നു ഇത്. അവളെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചറിയുന്നു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവളുടെ അടുത്ത് വീൽ ചെയറിൽ ഒരാളെ കണ്ടിരുന്നല്ലോ, അയാളാണോ ഇത്? ബോയ് ഫ്രണ്ട് ആണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആശുപത്രിയിൽ കണ്ട ആളിതല്ല, ഇത് ബോയ് ഫ്രണ്ടുമല്ല, ബോസാണ് എന്ന് അവൾ പരിചയപ്പെടുന്നു. എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട്. എൻ്റെ ചെറുമകൻ സിംഗിളാണ്, അവനെ വേണമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും അതിന് സമ്മതിക്കാതെ സിയാൻ ഇടയ്ക്ക് കയറി വരവിൻ്റെ ഉദ്ദേശം പറയുന്നു. പെയിൻറ്റിങ് തീർന്നു പോയെങ്കിലും അവളുടെ നന്ദി പ്രകടനമായി മറ്റെന്തെങ്കിലും ഗിഫ്റ്റ് റെഡിയാക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുക്കുന്നു. അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വീൽ ചെയർ ബോയ് ആരാണെന്ന് സിഹാൻ അവളോട് ചോദിക്കുന്നു. അമ്മയുടെ റൂംമേറ്റാണെന്ന് അവൾ പറഞ്ഞപ്പോൾ അപരിചിതരുമായി അധികം അടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നവൻ ഉപദേശിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കണം നിന്നെയാണെന്ന് സിയാൻ പറഞ്ഞപ്പോൾ ചിയെ ചിരിക്കുന്നു. ആ സമയത്താണ് സിയാൻ്റെ അമ്മ വിളിച്ചിട്ട് അത്യാവശ്യമായി നാളെ ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറയുന്നത്.
ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ന്യൂസ് എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അമ്മ വിളിക്കുന്നത് സിയാൻ സംശയിക്കുന്നു. ആ പേടിയോടെയാണ് അവൾ ആശുപത്രിയിലേക്ക് പോയി അമ്മയെ കണ്ടത്. പക്ഷേ അമ്മയുടെ റൂംമേറ്റ് ക്യൂബ് അടുത്ത ദിവസം ഡിസ്ചാർജ് ആവുകയാണ്. അവൻ്റെ ഒപ്പം ഒരു മീൽ കഴിക്കാൻ പോകണം എന്ന് പറയാൻ അമ്മ വിളിച്ചത്. അവൻ സിംഗിളാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവരെ തമ്മിൽ സെറ്റ് ചെയ്യാൻ അമ്മ ഒരു ശ്രമം നടത്തുന്നതാണ്. സിംഗിളായിട്ടുള്ള ആരെ കണ്ടല്ലേ മമ്മിയുടെ പണി ഇത് തന്നെയല്ലേ, വേറെ പണിയൊന്നുമില്ലേ. മാത്രമല്ല അവനിവിടെ അഡ്മിറ്റായിട്ട് ഇത്രയും ദിവസമായി അവനെ കാണാൻ ഒരാൾ പോലും വന്നില്ലല്ലോ. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും നമുക്കെങ്ങനെ അറിയുമെന്നൊക്കെ അവൾ അമ്മയോട് ചോദിക്കുന്നു. അത് കേട്ടുകൊണ്ട് ക്യൂബ് മുറിയിലേക്ക് വരുന്നതിൽ അവളാകെ വല്ലാതെയാകുന്നുണ്ട്. അവൻ തെറ്റിദ്ധരിക്കണമെന്ന് കരുതി അവൾ അവനെ പുറത്തേക്ക് മാറ്റി നിർത്തി ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അമ്മ ആരെ കണ്ടാലും ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അവളെ ഗേൾഫ്രണ്ട് ആക്കാൻ താല്പര്യമുണ്ടെന്ന രീതിയിലാണ് അവൻ സംസാരിച്ചത്. അവൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണല്ലോ പ്രശ്നം. അതുകൊണ്ട് അവൻ സ്വയം പരിചയപ്പെടുത്താൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും സിഹാൻ അവിടെ എത്തുന്നതിനാൽ നടക്കുന്നില്ല. ഇതാണോ നീ പറഞ്ഞ വീൽ ചെയർ കൈ എന്ന് ചോദിച്ചുകൊണ്ടാണ് സിയാൻ വന്നത്. സിയാൻ അവനെ ബോസ് എന്ന രീതിയിലും ക്യൂബ് അമ്മയുടെ റൂംമേറ്റ് എന്ന രീതിയിലും പരസ്പരം പരിചയപ്പെടുന്നു. അവർ ഷേഖാൻ്റെ നൽകിയതിൻ്റെ ബലപ്പെടുത്തം കണ്ടപ്പോൾ നല്ലൊരു മത്സരം തന്നെ അവർക്കിടയിൽ നടക്കുമെന്ന് സിയാന് തോന്നിയാൽ അവൾ അവരുടെ കൈ പിടിവെച്ചിട്ട് ഇന്ന് ഇത്രയും പരിചയപ്പെട്ടത് മതി എന്ന് പറഞ്ഞ് അവിടെ സ്ഥലം വിടാൻ നോക്കിയെങ്കിലും ഇതത്ര നിസ്സാരമായി കഴിയില്ല എന്ന് പറഞ്ഞ് ചുയെ അവളെ പിടിച്ചു നിർത്തുന്നു. അവൻ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത്. ക്യൂബ് സിഹാനൊരു മത്സരത്തിന് വെല്ലുവിളിക്കുന്നു. വീൽ ചെയർ ഉരുട്ടിക്കൊണ്ടാണ് മത്സരം. സിഹാനോട് ഇലക്ട്രിക് വീൽ ചെയർ ഉപയോഗിക്കാൻ പറഞ്ഞെങ്കിലും അവനതിന് തയ്യാറാകുന്നില്ല. മാനുവലായി തന്നെയാണ് അവൻ മത്സരത്തിൽ പങ്കെടുത്തത്. കുറേ തവണ ക്യൂബ് മുന്നിൽ കയറിയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് ആദ്യം എത്തിയത് സിയാൻ തന്നെയാണ്. മത്സരത്തിൽ തോറ്റത്തോടെ ക്യൂബ് വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് അത് ഉരുട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. നിന്റെ കാലിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് വീൽ ചെയർ ഉപയോഗിച്ചതെന്ന് സിയാൻ ചോദിച്ചപ്പോൾ വെറുതെ ഒരു രസത്തിനാണ്. എന്തായാലും അടുത്ത തവണ നിന്നോട് ഞാൻ തോൽക്കില്ല എന്ന് സിയാനോട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നാണല്ലോ തോന്നുന്നത് എന്ന് സിയാൻ ചോദിച്ചെങ്കിലും അവൻ ആരാണെന്ന് സിയാൻ പറയുന്നില്ല. വീൽ ചെയർ ഉരുട്ടി അവൻ്റെ കൈ ചെറുതായി മുറിഞ്ഞിരുന്നു. അതത്ര കാര്യമാക്കാനില്ല എന്ന് സിയാൻ പറഞ്ഞപ്പോൾ വേദനയുള്ളതായി അഭിനയിക്കാൻ ചുയ ആംഗ്യം കാണിക്കുന്നു. കാര്യം പിടികിട്ടി അവൻ പെട്ടെന്ന് വേദനിക്കുന്ന പോലെ കരയാൻ തുടങ്ങുന്നു. സിയാൻ അവൻ്റെ കൈ പരിശോധിച്ച് കെയർ ചെയ്യുന്നു. അവൾ കാണാതെ അവൻ്റെ കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സന്തോഷത്തിൽ ചുയയും ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.